അറിയിച്ച് ഇന്ന് അത്തച്ചമയം. നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളുമായാണ് ഘോഷയാത്ര തൃപ്പൂണിത്തുറയെ ആഘോഷത്തിലാഴ്ത്തുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയായ അത്തം നഗറിൽ രാവിലെ 9-ന് അത്താഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപ്പതാക ഉയർത്തും. ജനപ്രതിനിധികളും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഉത്സവാഘോഷത്തിന്റെ ആരവം ഒട്ടും കുറയാതെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ റിപ്പോർട്ടർ സംഘം തയ്യാറാണ്. നമ്മൾ ഇനി നേരെ തൃപ്പൂണിത്തുറയിലേക്ക്. തൃപ്പൂണിത്തുറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഞങ്ങളുടെ പ്രതിനിധികൾ ലേബി സജീന്ദ്രൻ, ആതിര ജെയിൻ, കീർത്തന കേശവൻ, ശ്രുതി കെ, അശ്വതി എന്നിവർ ചേരുകയാണ്. എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി സ്ക്രീനിൽ കാണാം. എല്ലാവരും അവിടെ ഉണ്ട്. ഗൈസ്, നമ്മളെല്ലാവരും അപ്പോ എല്ലാ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി തയ്യാറാണ്. ആതിര ജെയിൻ, കീർത്തന എന്നിവർ സ്റ്റാച്യു ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഒപ്പം ശ്രുതിയും അശ്വതിയും ഒക്കെ അത്തച്ചമയം ആരംഭിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ലേബി സജീന്ദ്രനും അല്പസമയത്തിനകം തന്നെ ഓരോ വിശേഷങ്ങളുമായി ചേരും. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ആതിര ജെയിനിലേക്കാണ്. ആതിര, ഓണത്തിരക്കിലേക്ക് മലയാളികൾ കടക്കുകയാണ്. അപ്പൊ ഈ ഒരു വിളംബരത്തോടു കൂടി നമ്മൾ ഔദ്യോഗികമായി തുടങ്ങുന്നു. എങ്ങനെയാണ് പരിപാടികളൊക്കെ? എപ്പോഴാണ് ചടങ്ങുകൾ തുടങ്ങുക? എന്താണ് നമുക്ക് അവിടുന്ന് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് റോഷ്നി. അതായത് മലയാളിയുടെ ഓണത്തിന് തുടക്കമാവുകയാണ്, ഓണക്കാലത്തിന് തുടക്കമാവുകയാണ്. ഇന്ന് ഔദ്യോഗികമായി ഓണാഘോഷങ്ങൾക്ക് കേരളത്തിൽ തുടക്കമിടും. ഇത് നമ്മൾ നിൽക്കുന്നത് ഇവിടെ അടുത്ത അല്പസമയത്തിനകം തന്നെ അത്തത്തിന്റെ ഒരു വലിയ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഘോഷയാത്ര നടക്കാൻ പോകുന്ന തൃപ്പൂണിത്തുറയിലാണ്. അത്തം നഗറിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയാണ് മലയാളികളുടെയൊക്കെ ഓണക്കാലത്തിന് വരവറിയിച്ചുകൊണ്ട് തുടക്കമാകുന്നത്. അങ്ങനെ പൊന്നോണക്കാലത്തിന് വരവറിയിക്കുകയാണ്. നമ്മുടെ പൊന്നോണക്കാലം തുടങ്ങുകയാണ്. ഇന്നിവിടെ അത്തം ഘോഷയാത്ര നടക്കും. വർണ്ണാഭമായ കലാകാരന്മാരൊക്കെ അണിനിരന്നുകൊണ്ട് കീർത്തനം ഓണാഘോഷം അല്ലെങ്കിൽ അത്തച്ചമയം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല അല്ലേ? ഇല്ല, അത്തച്ചമയം കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കും ഇത് ആദ്യത്തെ അത്തച്ചമയമാണ്. അപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ കൂടെയാണ് ഇപ്പോൾ അത്തച്ചമയം ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആളുകളില്ല, പക്ഷേ അല്പസമയത്തിനകം തന്നെ ഇവിടെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിക്കഴിയും. കാരണം 2000-ഓളം കലാകാരന്മാർ ഇവിടെ അണിനിരക്കുന്നുണ്ട്. വിദ്യാർത്ഥികളടക്കം നമ്മുടെ നാടൻ കലാരൂപങ്ങൾ ഒട്ടനവധി ഇവിടെ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും. ചടങ്ങ് ഒരു 9 മണിയോടെ, അതായത് 9 മണിയോടുകൂടി മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ഔദ്യോഗികമായി ഇന്നലെ തന്നെ ഇതൊരു ചരിത്രത്തിന്റെ ഒരു കാര്യം കൂടി ഇതിന് പറയേണ്ടതുണ്ട്. പണ്ട് രാജാവ് പ്രജകളെ കാണാൻ വന്നതിന്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമായിരുന്നു അത്തച്ചമയം. അതിന് പിന്നീട് ഇപ്പോൾ നഗരസഭ ഏറ്റെടുത്ത് അത്തച്ചമയം ഔദ്യോഗികമായി സംസ്ഥാനം നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൽ തന്നെ ഇന്നലെ ഔദ്യോഗികമായിട്ട് അത്തച്ചമയത്തിന്റെ പതാക രാജവംശ പ്രതിനിധി കൈമാറിയതോടുകൂടി ഔദ്യോഗികമായി ഇതിന് തുടക്കമായിട്ടുണ്ട്. ഇന്നാണ് ഇതിന്റെ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. MLA-മാരും ജനപ്രതിനിധികൾ, MP-മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് 9 മണിക്കാണ് ഇതിന്റെ നമുക്ക് വർണ്ണാഭമായ കാഴ്ചകളിലേക്ക് ഒന്ന് കടക്കാമെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളിലേക്ക് വരാം. ഇപ്പോഴിതാ ശ്രുതിയും അശ്വതിയും തയ്യാറാണ്. ശ്രുതി, അശ്വതി, അത്തച്ചമയം ആരംഭിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട്. ഇനി അങ്ങോട്ട് കുറെ സമയം നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ഒപ്പം ക്ഷേത്രത്തിലെ ചടങ്ങുകളുണ്ട്. അപ്പൊ പറയൂ, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ഗുഡ് മോർണിംഗ് റോഷ്നി. അത്ത ആശംസകൾ. ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഇത്ര നേരം സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നാണ് ആതിര ജെയിനും കീർത്തനയും സംസാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതാണ് കുറച്ച് വർണ്ണാഭമായ കാഴ്ചകളാണുള്ളത്. ഞങ്ങൾ നിൽക്കുന്നതാണ് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂളാണ്. ഇതാണ് അത്തം നഗർ. ഈ അത്തം നഗറിലാണ് ഈ ഉദ്ഘാടനവും ഘോഷയാത്രയ്ക്ക് തുടക്കവും ഒക്കെ ആകുന്നത്. ഈ ഘോഷയാത്രയ്ക്ക് തുടക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എപ്പോഴും എല്ലാ വർഷവും നമുക്ക് കാണിക്കാനുള്ളത് ഇതിൻ്റെ ഒരു ചമയങ്ങളാണ്. ആ ചമയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രത്യേകത, ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ അത് നടക്കുന്നത്, അതായത് ഇപ്പോൾ ഈ ചമയം 9 മണി വരെ ഉദ്ഘാടനം നടക്കുന്നവരെ നമ്മുടെ ഈ ചമയങ്ങളാണ് നമുക്ക് കൂടുതൽ കാണിക്കാനുള്ളത്. ഈ ചമയം നടക്കുന്ന ഈ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതിനു മുൻപ് അശ്വതി ആദ്യമായിട്ടാണ് അത്തച്ചമയം കാണാൻ എത്തുന്നത്. ടിവിയിലൂടെ മാത്രം കണ്ടുള്ള കാഴ്ചയാണ്. എന്ത് തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ? ശരിക്കും നമ്മളെപ്പോഴും മലയാളികൾ ഓണം വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ ചോദിക്കാറുള്ളത് ഓണമൊക്കെ എവിടെ വരെ ആയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് ബലമായിട്ട് പറയാം ഓണം ഇങ്ങ് എത്തി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കം അത്തച്ചമയം തൃപ്പൂണിത്തുറയിൽ നിന്നാകുമ്പോൾ ഇവിടുന്ന് വളരെ വർണ്ണാഭമായ കാഴ്ച. നാടൻ കലാരൂപങ്ങളുമായി കലാകാരന്മാർ 2000-ഓളം കലാകാരന്മാരെന്നൊക്കെ പറയുമ്പോൾ കണ്ണ് മടുക്കുമല്ലോ, കണ്ണ് കഴയ്ക്കുമല്ലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇവിടെ ഒരു മടുപ്പില്ല എന്നുള്ളതാണ്. പുലിക്കളി സംഘം ഇവിടെ നേരത്തെ തന്നെ, രാത്രിയോടെ തന്നെ എത്തി അവിടെ മെയ്യെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു, സമയങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാമല്ലോ അല്ലേ, അവരുടെ സമയങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയണം. ഇവിടെ നോക്കൂ, ഇതൊക്കെ ഒരു
ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇതൊക്കെ കാണാൻ തന്നെ വളരെ കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ മുഖംമൂടികളും പുലിയുടെ മുഖംമൂടികളും മറ്റ് കാര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് തയ്യാറെടുപ്പിന്റെ സമയമാണ് അവരുടേത്. അത്തരത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, പുലിക്കളിക്ക് റെഡി ആയിട്ട്. ചേട്ടാ പേരെന്താ? സന്തോഷം. നിങ്ങൾ ഏതാ ടീം? എവിടെ നിന്നാ? വിയൂരാണ്. വിയൂർ എല്ലാ വർഷവും വരുന്ന ടീമാണ്. ചേട്ടൻ എത്ര കാലമായി വരാൻ? ഞാനിവിടെ ആദ്യമായിട്ടാണ്. ചേട്ടൻ്റെ ടീം വിയൂർ ദേശത്തില്ല. ഇപ്പൊ ഇതെന്താ, ഓരോ പുലിയും ഓരോ പേരാണല്ലോ അതിനുള്ളത്. ഇത് വൈറ്റ് പുലിയും വൈറ്റ് പുള്ളിപ്പുലി. അപ്പം അങ്ങനെ പല വ്യത്യസ്ത രൂപങ്ങളിലുള്ള പുലികളുണ്ട്. ഒപ്പം പല വ്യത്യസ്ത രൂപത്തിലുള്ള നമുക്ക് പുറകിൽ തന്നെ കാണാം. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ഒരു രൂപങ്ങളുണ്ട്, നിശ്ചല ദൃശ്യങ്ങളുണ്ട്. ഈ നിശ്ചല ദൃശ്യങ്ങൾ, അതുപോലെ പുലിക്കളി സംഘങ്ങൾ, മറ്റ് വേഷങ്ങൾ, ഇവരൊക്കെയാണ് ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. ആ ഘോഷയാത്ര കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു പകിട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ട് തന്നെ അനുഭവിച്ച് തന്നെ അറിയണം, ഇവിടെ വന്ന് തന്നെ അറിയണം. അശ്വതിക്ക് ഇത്തവണ ആ ഭാഗ്യം കിട്ടി. അതെ, എനിക്ക് എന്തായാലും ആ ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഇത് നേരിട്ട് എങ്ങനെ എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുലിക്കളിക്ക് പോകുമ്പോൾ അതിന് മുമ്പ് അവിടെ പുലികൾ മാത്രമാണ് കൂടുതലായിട്ടുണ്ടാവാറ്. പക്ഷെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങളോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തച്ചമയം എന്ത് എന്ന് അറിയാത്തൊരാൾ നമ്മുടെ തൃപ്പൂണിത്തുറക്കാരോട് ചോദിച്ചാൽ ജാതി മത ഭേദമന്യേ ഞങ്ങൾ ഓണം കൊണ്ടുവരുന്ന നാട്ടുകാരാണ് ഞങ്ങൾ അഭിമാനത്തോടെ എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഒരുപാട് ഇപ്പം നമ്മളൊക്കെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ കേൾക്കാം. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആളുകളെ കഴിഞ്ഞ തവണ ഞങ്ങൾ കണ്ടിരുന്നു. അതായത് ഇത് കാണാനായിട്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. അതായത് തൃപ്പൂണിത്തുറ മാത്രം ആഘോഷമല്ല, ഇപ്പോൾ ഇതൊരു ജനകീയ ആഘോഷമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ രാജകീയമായിട്ടുള്ള ഒരു പാരമ്പര്യമായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു ജനകീയമായ ആഘോഷമായി മാറുകയാണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അത്തത്തിന് തുടക്കമാകുന്നത് ഇവിടെ നിന്നാണ്, ഓണത്തിന് തുടക്കമാകുന്നത് ഇവിടെ നിന്നാണ്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഒരു ആതിഥേയത്വം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ, ചിട്ടവട്ടങ്ങളൊക്കെ നേരത്തെ തന്നെ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത് ഒരു രീതിയിലും മറ്റൊരു പഴുതുകളും ഇല്ലാതെ പോലീസുകാരുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഗംഭീരമായിട്ടുള്ളൊരു സംഘാടന മികവുമായിട്ടുള്ളതാണ്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും പരിസ്ഥിതി സൗഹൃദമായാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരെയും പോലെ. എന്തൊക്കെയാണ് ഇത്തവണത്തെ സർപ്രൈസ് എലമെന്റ്സ്? കഴിഞ്ഞ തവണ ഡാഗിനിയും കുട്ടൂസനും ഉണ്ടായിരുന്നു, അപ്പോൾ കമൽഹാസനും നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിന്റെ മണിക്കൂറുകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ്യെഴുത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ ക്ഷമയോടെ പുലികളൊക്കെ കാത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അശ്വതിയും ശ്രുതിയുമാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഓണം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഉത്സവമാണ്. അതിലേക്കുള്ള നമ്മുടെ ഒരു പോക്ക്, അതിൻ്റെ ഒരു തുടക്കമാണ്. അശ്വതി പറഞ്ഞതുപോലെ ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കാനായി അതിനൊരു തുടക്കം കുറിക്കുകയാണ്. ഈ ചെമ്പുലി, അതുപോലെ വെള്ളപ്പുലി, കരിമ്പുലി, ഇങ്ങനെ പലതരത്തിലുള്ള പുലികളുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ ഒരു പുലി അത്തം നഗറിൽ നിന്ന് ചേരുന്നുണ്ട്, ലേബി സജീന്ദ്രൻ. ലേബി സജീന്ദ്രനിലേക്ക് പോകുമ്പോൾ, ലേബി എത്രയോ വർഷമായി ഈ അത്തച്ചമയത്തിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആളാണ് ലേബി. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യം ലേബിക്ക് പറയാൻ കഴിയും. അത്തം നഗറിലെ കാഴ്ചകൾ എങ്ങനെയാണ് ലേബി? പുലികളൊക്കെ ഒരുങ്ങിയോ? ഇനി എപ്പോഴാണ് അവർ ഇറങ്ങുക? പറഞ്ഞത് കൃത്യം തന്നെയാണ്. ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു. എല്ലാ അത്തത്തിനും ഞാനിവിടെയുണ്ട്. അത്തം ചമഞ്ഞിറങ്ങുന്നു എന്നാണ് പറയുന്നത്. തൃപ്പൂണിത്തുറയിലേക്ക് അത്തം ചമഞ്ഞിറങ്ങുമ്പോഴാണ് കേരളം ഓണത്തിൻ്റെ വിളി കേട്ടുണരുന്നത്. ഏതായാലും അത്തം ചമഞ്ഞിറങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 9:30 തന്നെ ഇവിടെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. 9 എന്നാണ് പറഞ്ഞത്. അരമണിക്കൂർ കൂടി വൈകും എന്നറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. 9:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. അത്തം പതാക ഈ അത്തം നഗറിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉയർത്തും. അതോടുകൂടി ഇതിൻ്റെ ഔദ്യോഗികമായ തുടക്കവുമാകും. ഏതായാലും അത്തച്ചമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നേരത്തെ ഈ ശ്രുതിയും അതിരിയും ഒക്കെ പറഞ്ഞു കാണും. ഈ നഗരം ചുറ്റിയുള്ള ഘോഷയാത്ര, ഇത്രയും മനോഹരമായ ചമഞ്ഞിറങ്ങുന്നൊരു ഘോഷയാത്ര കേരളത്തിൽ മറ്റൊരിടത്തും ഉണ്ടാകില്ല. ഇത്തവണ കർക്കിടകം പോകുന്നതിന് മുൻപേ, പടി ഇറങ്ങുന്നതിന് മുമ്പേ ചിങ്ങം അത്തം കയറി വന്നിരിക്കുകയാണ്. കാരണം ഇന്ന് കർക്കിടകം 31 ആയിട്ടുള്ളൂ. അത്തം ഇന്ന് ഇറങ്ങുമ്പോൾ, ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു നിറങ്ങൾ, കലാരൂപങ്ങളെല്ലാം പെയ്തിറങ്ങുന്നു എന്നുകൂടി പറയാൻ സാധിക്കും. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള കലാകാരന്മാർ സംഗമിക്കുന്ന വേദി എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. എല്ലാവിധ കലാരൂപങ്ങളും നമ്മുടെ കേരളത്തിൽ പഴയ കാലം മുതൽ നിലനിന്ന് പോന്നിരുന്ന കലാരൂപങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് അണിചേരുന്നു എന്നതും പ്രത്യേകതയാണ്. ഈ പുലികളിക്കാരൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? വിയൂര്. പുലികളിയുടെ നാട്ടിൽ പുലികളിക്കാരൊക്കെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരുക്കമൊക്കെ ഏതാണ്ട് പുലർച്ചെ തന്നെ ആയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയം രാജഭരണകാലത്ത് കൊച്ചി രാജാവ്
എഴുന്നള്ളി തൃപ്പൂണിത്തുറയിലേക്ക് വന്ന് ഇവിടെ നിന്ന് പരിവാര സമേതം തൃക്കാക്കര വാമന ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ഘോഷയാത്രയായിരുന്നു. അത് പിന്നീട് 1961 മുതൽ ജനകീയ അത്തച്ചമയമായി ഇങ്ങനെ മാറുകയായിരുന്നു. അതിനുശേഷം അത് നഗരസഭ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയാണ് ഇതിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത്. എന്നാൽ ഇതിലേക്ക് ഇത്തവണ 3 കോടി രൂപ തൃപ്പൂണിത്തുറ നഗരസഭ ഇതിൻ്റെ തയ്യാറെടുപ്പിനായി മാറ്റിവെച്ചിരുന്നു. 3 ലക്ഷം രൂപ ടൂറിസം വകുപ്പ് നൽകി. ഏതായാലും ഇത്തരത്തിൽ ഇങ്ങനെ ജനകീയ അത്തച്ചമയം എന്ന് പറയുമ്പോൾ ഇതിനൊരു മതേതര മുഖം കൂടിയുണ്ട്. നേരത്തെ രാജാവ് ഇങ്ങനെ പരിവാര സമേതം തൃക്കാക്കര വാമന ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഘോഷയാത്രയിൽ നെട്ടൂർ തങ്ങളും ചെമ്പിലരയനും കരിങ്ങാച്ചിറ കത്തനാരും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മുഖം എന്ന് തന്നെ ഇതിനെ പറയാം. ആ ഘോഷയാത്രയുടെ അന്നത്തെ മതേതര സ്വഭാവം ഇന്നും പുലർത്തുകയാണ്. ഇന്നും അവരുടെ പിന്മുറക്കാരൊക്കെ ഇവിടെ എത്താറുണ്ട്, ഈ ഘോഷയാത്രയ്ക്ക് മുൻപിൽ നിൽക്കാറുണ്ട്. ഏതായാലും മതേതരത്വത്തിൻ്റെ ഒരു മുഖമായി ഇത് മാറുന്നു. അത്തച്ചമയം ഇങ്ങനെ അത്തം പെയ്തിറങ്ങുമ്പോൾ, അത്തം ചമഞ്ഞിങ്ങനെ തൃപ്പൂണിത്തുറയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ കാഹളം കേട്ടാണ് കേരളം ഒട്ടാകെ ഓണം വന്നു എന്ന് അറിയുന്നത്. ആ അത്തച്ചമയം ഇത്തവണ എല്ലാ വർഷങ്ങളിലും ഓരോ വർഷം ഞാൻ എത്രയോ കാലങ്ങളായി എല്ലാ അത്തച്ചമയവും ഇവിടെ ഒന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ചാനലുകൾ മാറി മാറി വരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ റിപ്പോർട്ടറും നമ്മളിത് തുടക്കം മുതൽ നമ്മുടെ ചാനലും തുടക്കം മുതൽ ഓരോ വർഷവും വളരെ വർണ്ണാഭമായി തന്നെ ഈ അത്തച്ചമയത്തിൻ്റെ കാഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. ഇത്തവണയും അതിന് മാറ്റൊട്ടും കുറയില്ല. വലിയ സംഘാടന മികവ് തന്നെയാണ് ഇത്തവണയും ഉള്ളത് എന്ന് തന്നെ നമ്മൾ കരുതുന്നു. എല്ലാ ഭാഗത്തും, അതായത് ഇവിടെ നിന്ന് അത്തം നഗറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളാണ് കാലാകാലങ്ങളായി അത്തം നഗർ. ഈ അത്തം നഗറിലാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ്. ഇവിടെ നിന്ന് അത്തം ഘോഷയാത്ര ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇവിടെ നിന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അത് ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗം വഴി സ്റ്റാച്യു ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് പൂർണ്ണത്രയീശ ക്ഷേത്രം വഴി ചുറ്റി വടക്കേക്കോട്ട വഴി തിരിച്ച് ഇവിടെ തന്നെ എത്തിയാണ് ഈ ഘോഷയാത്ര സമാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഘോഷയാത്ര കറങ്ങി വരുന്നത് കാണാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തിച്ചേരുന്നു. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാത്തിനും ഉപരിയായി ഓണത്തെ സ്നേഹിക്കുന്ന മലയാളികളെല്ലാം ഈ ഓണക്കാഴ്ചകൾ കാണാൻ ഇങ്ങോട്ട് എത്തുന്നു. ഇതിനോടൊപ്പം അമ്യൂസ്മെൻറ്റ് പാർക്ക് അപ്പുറത്തൊരു മറുവശത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണം വിപണനമേള വളരെ പ്രസിദ്ധമാണ്. ഇന്നു മുതൽ അങ്ങ് ആരംഭിക്കുന്ന ഓണം വിപണനമേള ഓണം കഴിയും വരെ ഇവിടെ ഉണ്ടാവും. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാര മേള കൂടിയാണ് ഇത്. അങ്ങനെ എല്ലാം കൊണ്ടും ഓണം ഇവിടെ ചമഞ്ഞിറങ്ങുകയാണ്, അത്തം ചമഞ്ഞിറങ്ങുകയാണ്. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്.